ഹലോ ഗൈസ്, അപ്പോൾ നാളെ നടക്കാൻ പോകുന്ന 2 മത്സരങ്ങൾ എല്ലാവരും ആവേശത്തോടെ കാത്തു നിൽക്കുകയാണ്. അതായത് പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ മത്സരം, നെക്സ്റ്റ് അർജന്റീന വേഴ്സസ് ജോർദാൻ മത്സരം. ഇതിൽ പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ മത്സരം എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിലെ ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കുന്ന മത്സരമാണ്. എന്നാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കൊളംബിയ ഓൾറെഡി ഗ്രൂപ്പിൽ 1ാം സ്ഥാനക്കാരാണ്, പോർച്ചുഗൽ ആണെങ്കിൽ 2ാം സ്ഥാനക്കാരും. ഓക്കെ, അപ്പോൾ ഈ മത്സരം വിജയിക്കുക എന്നുള്ളതാണ് പോർച്ചുഗലിന്. സമനില കൊണ്ട് പോർച്ചുഗലിന് മതിയാകില്ല. കാരണം കൊളംബിയക്ക് 6 പോയിന്റും പോർച്ചുഗലിന് 4 പോയിന്റ് ഉള്ളത്. അപ്പോൾ വിജയിച്ചാൽ മാത്രമേ ഗ്രൂപ്പ് 1ാം സ്ഥാനക്കാരായിട്ട് നെക്സ്റ്റ് റൗണ്ടിൽ കടക്കാൻ കഴിയുള്ളൂ. എന്നാലാണ് നെക്സ്റ്റ് ഉള്ള ഫിക്സേഴ്സ് എന്തായിരിക്കുള്ളൂ, അവർക്ക് ഈസി ആയിരിക്കുള്ളൂ. അപ്പോൾ പോർച്ചുഗൽ എന്തിരുന്നാലും വിജയിക്കാനായിരിക്കും ശ്രമിക്കുക. കൊളംബിയ ആണകട്ടെ, അതർ സൈഡ് കൊളംബിയക്ക് സമനില കിട്ടിയാൽ തന്നെ അവർ സേഫാണ്. ഓക്കെ, അപ്പോൾ കൊളംബിയ മേ ബി ഡിഫൻസിൽ കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഡിഫൻസീവ് പാർക്കിംഗ് ഗെയിം ഒക്കെ കളിക്കാനുള്ള സാധ്യത ഉണ്ട്. എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടറിയാം. എന്നിരുന്നാലും എൻ്റെ ഒരു പ്രഡിക്ഷൻ ഈ മത്സരം സമനിലയാവാനാണ് സാധ്യത. പോർച്ചുഗലോ കൊളംബിയോ ജയിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സമനിലയാവും. അത് എത്ര സ്കോറിനൊന്നും ഞാൻ അവിടെ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാം വേണമെങ്കിൽ. ഓക്കെ, ദെൻ എനിക്ക് നെക്സ്റ്റ് പറയാനുള്ള കാര്യം അർജന്റീന വേഴ്സസ് ജോർദാൻ മത്സരമാണ്. അപ്പോൾ ഈ മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിംപ്ലി അർജന്റീന ഗ്രൂപ്പ് ഫസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇനി ഈ മത്സരം സമനിലയായാൽ പോലും അവർ ഗ്രൂപ്പിൽ 1ാം സ്ഥാനക്കാർ തന്നെയാണ്. അവരുടെ ഫിക്സ്ചർ നെക്സ്റ്റ് റൗണ്ടിൽ കേപ്പ് വെർദെ ആയിട്ട് ഡിസൈഡ് ചെയ്തു, അതും കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മത്സരത്തിൽ മെസ്സിയെ റെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. മേ ബി മെസ്സി ചിലപ്പോൾ സെക്കൻഡ് ഹാഫിലായിരിക്കും വരിക, ഫസ്റ്റ് ഹാഫിൽ വരില്ല. മേ ബി മെസ്സി ഫസ്റ്റ് ഹാഫിൽ വന്നാൽ തന്നെ ഒരു സെക്കൻഡ് ഹാഫ് ഒരു 60-70 മിനിറ്റ്സ് കഴിഞ്ഞാൽ മെസ്സിനെ സബ് ചെയ്തിട്ട് റെസ്റ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഇത് ഇത്ര ഇമ്പോർട്ടൻറ്റ് മാച്ചല്ല. ബാക്കിയുള്ള പ്ലേയേഴ്സിനൊക്കെ ഒരു പ്ലേയിങ് ടൈം കൊടുത്തിട്ട് അങ്ങനെ കളിക്കാനാണ് അർജന്റീനയുടെ ചാൻസ്. അർജന്റീന ഷുവർ വിന്നാണ് ഈ മാച്ച് ജോർദാനെതിരെ. കാരണം ഗ്രൂപ്പിലെ ഏറ്റവും ദുർബലരായ ടീമാണ്. അൾജീരിയ, ഓസ്ട്രിയയാണ് കമ്പാരിറ്റീവ്ലി നല്ല ഫിഫ റാങ്കിങ്ങിനായാൽ പോലും നല്ല ടീമായിരുന്നു അവർക്കെതിരെ അർജന്റീന അനായാസം ജയിച്ച സ്ഥിതിക്ക് ഇത് സിംപ്ലി വിന്നാവേണ്ട മത്സരമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ.